ഞാൻ ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് മുനിസിപ്പൽ മാർക്കറ്റിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ നടന്നപ്പോഴാണ് ഈ ഒരു ഫുഡ് ട്രക്ക് കണ്ടത്. വണ്ടർ വീൽസ് ചിക്കൻ. ഈ ഒരു ഫുഡ് ട്രക്കിൽ ഫ്രൈഡ് ചിക്കൻ്റെയും ചിക്കൻ ടിക്കയുടെയും ചിക്കൻ റാപ്സിൻ്റെയും പടമുണ്ട്. പേരിലും ചിക്കനുണ്ട്. അപ്പോൾ പിന്നെ ഇതെന്തായാലും ചിക്കൻ ബേസ്ഡ് ഫുഡ് ഐറ്റം തരുന്ന ഫുഡ് ട്രക്ക് ആയിരിക്കും. അങ്ങനെ അങ്ങോട്ട് ഞാൻ ഊഹിച്ചു. എൻ്റെ ഊഹം ശരിയാണോ എന്ന് കടക്കാരനോട് തന്നെ ചോദിക്കാം. ஹாய், உங்கள் பேர்? அஸ்வின். இந்த கார்ட் அட்ரஸ் சொல்ல முடியுமா? இது மெயின் பஜார் ஊட்டி. இங்கே ரொம்ப ஃபேமஸான ஃபுட் ஐட்டம் எது? பர்கர், சிக்கன் ராப்ஸ், அதுக்கப்புறம் பார்த்தீங்கன்னா ஃப்ரைட் சிக்கன் எல்லாமே இருக்குது. എനിക്കൊരു ചിക്കൻ ബർഗർ കൊടുത്തിരുங்க. ஓகே. എനിക്ക് ഫുഡ് ട്രക്കിൻ്റെ ഉള്ളിലേക്ക് എൻട്രി തന്നു. ഇപ്പം ഞാൻ നിൽക്കുന്നത് അശ്വിൻ്റെ കിച്ചണിലാണ്. കിച്ചൺ നല്ല നീറ്റാണ്. ഇനി ബർഗർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ബർഗർ 2 ഹാഫായി കട്ട് ചെയ്ത് ടോസ്റ്ററിലേക്ക് വെച്ചു. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ബ്രെഡിംഗ് പൗഡറിൽ കോട്ട് ചെയ്ത് ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്ത് വീണ്ടും ബ്രെഡിംഗ് പൗഡറിൽ കോട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യാനായി എണ്ണയിലിട്ടു. ഇവിടെ ചിക്കൻ ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ പീസിന് അത്യാവശ്യം വലിപ്പമുണ്ട്, ബോൺലെസ്സുമാണ്. ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ ടോസ്റ്റായ ബണ്ണെടുത്തിട്ട് ഒരു ഹാഫിൽ തന്തൂരി മയോയും സെക്കൻഡ് ഹാഫിൽ ഗാർലിക് മയോയും ലാവിഷായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കും. ഇവിടെ യൂസ് ചെയ്യുന്ന മയോ എല്ലാം ഹോം മെയ്ഡാണ്. അശ്വിൻ്റെ ഓൺ പ്രിപ്പറേഷനാണ്. അശ്വിൻ്റെ പാഷൻ കുക്കിംഗ് ആണെന്നാണ് എന്നോട് പറഞ്ഞത്. അശ്വിൻ ഫുഡ് ഉണ്ടാക്കുന്നതിന് കൊടുക്കുന്ന ആ ഒരു അറ്റൻഷനിൽ നിന്ന് തന്നെ മനസ്സിലാകും ഇത് അശ്വിൻ്റെ പാഷനാണെന്ന്. ബണ്ണിൽ വെക്കുന്ന ഈ ഒരു ഐറ്റം മയോ പ്ലസ് വെജിറ്റബിൾസ് കോമ്പിനേഷനാണ്. ഇത് ഏതൊക്കെ വെജിറ്റബിൾസ് ആണെന്ന് അശ്വിനിൽ നിന്ന് തന്നെ കേൾക്കാം. இது ஃபுல்லாக வெஜிடபிள், ஆனியன், கேப்சிகம், ലെറ്റ്യൂസ്. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഓയിൽ ഡ്രെയിൻ ആകാൻ ഇങ്ങനെ വെച്ചേക്കുവാണ്. ഫ്രൈഡ് ചിക്കൻ്റെ നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. ടെംപ്റ്റിംഗ് സ്മെല്ലാണ്. ചിക്കൻ പീസിൻ്റെ വലിപ്പം കണ്ടില്ലേ? അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഫ്രൈഡ് പീസ് 2ആയി കട്ട് ചെയ്ത് നൈഫ് കൊണ്ടൊന്ന് അമർത്തിയിട്ടാണ് ബർഗറിൽ വെക്കുന്നത്. ഈ ഇടുന്നത് സീക്രട്ട് മസാലയാണ്. അശ്വിൻ സ്വന്തം കണ്ടുപിടിച്ച മസാലയാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇനി ബർഗർ ഒന്നുകൂടി ഒന്ന് ടോസ്റ്ററിൽ വെക്കും. ബർഗറിൻ്റെ മുകളിൽ കുറച്ച് ഗാർലിക് മയോ ഒക്കെ ഒഴിച്ചിട്ട് ബർഗർ എനിക്ക് കഴിക്കാനായി അശ്വിൻ തന്നു. ഇനി ഈ ബർഗർ എന്നെ ഇംപ്രസ് ചെയ്തോ ഇല്ലയോ എന്ന് പറയാം. KFCയുടെ തന്തൂരി സിംഗർ ബർഗറിനേക്കാൾ ഇഷ്ടപ്പെട്ടു. ചിക്കൻ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല ജ്യൂസിയും ടേസ്റ്റിയുമായിരുന്നു. അശ്വിൻ്റെ സ്പെഷ്യൽ മസാലയുടെ ആ ഒരു ഫ്ലേവറും കൊള്ളാം. എല്ലാം കൊണ്ടും 99 രൂപയ്ക്ക് ഒരു അടിപൊളി ടേസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ബർഗർ നൽകിയത്.